രാജ്യത്തെ പാചകവാതക പ്രതിസന്ധി അതിരൂക്ഷം. വാണിജ്യ സിലിണ്ടർ കിട്ടാനില്ലാതായതോടെ സംസ്ഥാനത്ത് കൂടുതൽ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. ആവശ്യക്കാരേറിയതോടെ വിറകിനും വില കൂടി. AK അഭിലാഷ് കോഴിക്കോട് നിന്ന് ചേരുകയാണ് നമ്മളോടൊപ്പം. അഭിലാഷ്, എല്ലാ ഹോട്ടലുകളും തന്നെ പ്രതിസന്ധിയിലാണ്. നമ്മൾ തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെ പരിശോധിച്ചു. കോഴിക്കോടും സമാനമായ സാഹചര്യം തന്നെയായിരിക്കും എന്നുള്ളതാണ്. വാണിജ്യ സിലിണ്ടർ ഒട്ട് കിട്ടാനുമില്ല എന്നതാണ് സാഹചര്യം. മാധവ്, തീർച്ചയായിട്ടും അതിൽ ഒരു മാറ്റവുമില്ല. കോഴിക്കോടും സമാനമായ സ്ഥിതി തന്നെയാണ് ഉള്ളത്. മുഴുവൻ ഹോട്ടലുകളിലും ഗ്യാസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ നമ്മൾ പല ഹോട്ടലുകളിൽ പോയപ്പോൾ രാവിലത്തെ ആവശ്യത്തിന് മാത്രം പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഗ്യാസ് ഉണ്ടായിരുന്നു. പക്ഷേ ഉച്ചയോടുകൂടി തന്നെ അത് പൂർണ്ണമായി നിലയ്ക്കുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുറ്റിക്കാട്ടൂരിലെ ഒരു കാറ്ററിംഗ് സെന്ററിലാണ്. ഇവിടെ നിന്നാണ് ഏതാണ്ട് 700ഓളം കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്ന, ക്യാൻറ്റീനുകൾക്ക് ഭക്ഷണം നൽകുന്ന ഒരു സ്ഥാപനമാണിത്. ഈ സ്ഥാപനത്തിൽ നോക്കിയാൽ കാണാം, ഇതൊക്കെ ഗ്യാസ് അടുപ്പുകളാണ്. ഇത് പൂർണ്ണമായി നിന്നിരിക്കുന്നത്. കാരണം ഇന്നലെ മുതൽ തന്നെ ഇവിടെ പൂർണ്ണമായും നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഭക്ഷണ വിഭവങ്ങൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് അതോടൊപ്പം തന്നെ വിറകടുപ്പിലേക്കൊക്കെ കടന്നുകൊണ്ടാണ് അവർ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം, ഈ ഭാഗത്തേക്ക് വന്നാൽ ഇതാ കൂടുതൽ അടുപ്പുകൾ സജ്ജമാക്കിയിരിക്കുന്നു. വിറകടക്കം എത്തിച്ചുകൊണ്ടാണ് ഈ അടുപ്പുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇവർ ഈ ആധുനിക സംവിധാനത്തിലേക്ക് മാറിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത്തരത്തിൽ സംവിധാനത്തിലേക്ക് തിരികെ പോകുക എന്നുള്ളത് വലിയ തരത്തിൽ ബുദ്ധിമുട്ട് അവർക്കുണ്ടാക്കുകയും ചെയ്തതും വിറകിന്റെ വില വലിയ തരത്തിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്കാണോ നിങ്ങൾ കടക്കുന്നത്? അതെ, തീർച്ചയായിട്ടും ഗ്യാസ് ലഭിക്കാതായതോടുകൂടി വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ദിവസേന ഒരു 600-700 കുട്ടികൾക്ക് ഭക്ഷണം കൂടി കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഞങ്ങളുടെ സ്ഥാപനം. തീർച്ചയായിട്ടും പാചകവാതകം ലഭിക്കാത്തത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടിലേക്കാണ്. വിറകിലേക്ക് പൂർണ്ണമായി മാറുകയാണ്. വിറകിലേക്ക് പൂർണ്ണമായും മാറുക എന്ന് പറയുന്നത് ശരിക്കും അതൊരു പ്രാക്ടിക്കലല്ല. കാരണം നമ്മൾ കാലഘട്ടം മാറിയതിനനുസരിച്ച് പല വിഭവങ്ങളും ഗ്യാസിലുണ്ടാക്കുന്ന രീതിയിലേക്ക് ഞങ്ങൾ മാറിക്കഴിഞ്ഞു. അതിന് തിരിച്ച് വീണ്ടും വിറകിലേക്ക് മാറുക എന്ന് പറയുന്നത് പ്രായോഗികമല്ലാത്ത ഒരു സാഹചര്യം കൂടിയും നിലവിലുണ്ട്. വിറകിന് വില കൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും വിറകിന് വില കൂടി വരുന്നുണ്ട്. കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനി നോമ്പ് കഴിഞ്ഞാൽ മിക്കവാറും അത് ഒന്നും കൂടി ക്ഷാമം വർദ്ധിക്കുമെന്നാണ് മില്ലുകാർ ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോമ്പ് കാലമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നോമ്പ് കാലത്ത് പല ഹോട്ടലുകളും ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധി ഇതേ നിലയിൽ തുടരുകയാണെങ്കിൽ അടുത്ത ആഴ്ച ഈ നോമ്പ് കഴിയുന്നതോട് കൂടി തന്നെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്കാണ് കടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ വിറകിലേക്ക് പോകുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കാരണം നേരത്തെ തന്നെ അവർ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും തിരിച്ചു പോക്ക് അസാധ്യമാവുന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഭക്ഷണ വിഭവങ്ങൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഇപ്പോൾ ഈ സങ്കീർണതയെ മറികടക്കാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം എന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ആവശ്യമാണ് ഇവരുടെ ഭാഗത്ത് വരികയാണ്. വിവരങ്ങൾ നൽകിയത്. കാറ്ററിംഗ് സർവീസുകളെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ ബുക്കിംഗ് എടുത്ത പല ഫംഗ്ഷനും ഉണ്ടാകും. അവിടെയൊക്കെ ഇത് പൂർത്തീകരിക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. വിറകിന്റെ വിലയൊക്കെ താങ്ങുക എന്ന് പറയുന്നതും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും.